ആകെയുള്ളൊരു മഞ്ഞളിന്റെ തയ്യ ആണെങ്കിൽ കോഴിയോട് തല വെട്ടി വെട്ടിയത് തീർന്നു. അടിയിൽ എന്തെങ്കിലും ഉണ്ടണോ? അതിനിപ്പോ ഫോണക്കടിക്കണം. ആ കുഞ്ഞോളാണല്ലോ. ഹലോ, ഞാനെടി ഇവിടെ ഇങ്ങനെ കുറച്ച് പച്ചക്കറി ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ നനയ്ക്കേന്. കൊറേ ചീരത്തയ്യൊക്കെ ഞാൻ നേരാക്കിട്ടേന്. അപ്പൊ അതൊക്കെ ഒന്ന് നനച്ച് നേരാക്കേന്. എന്താ എന്റെ വർത്താനോ? ആ ഇക്ക ഇന്ന് വൈകുന്നേരത്ത് വരും. ഉമ്മ പറഞ്ഞതേക്കാരല്ല എന്നോട്. ആ ഇമ്മ 2 ദിവസം വന്നിട്ട്. ഉമ്മ എന്നോട് പറഞ്ഞില്ലേ? ആ ഇല്ലടി, ഞാനും കുട്ടികളും ഇമ്മി. ഇക്കാന്റെ ഒരേ ഒരു നിർബന്ധം ഇമ്മാനും കൂടി കൊണ്ടരണം എന്നുള്ളത്. പിന്നെ എയർപോർട്ടിലേക്കൊന്നും പോന്നിട്ടില്ലല്ലോ. അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞ് ഇമ്മാനായിട്ട് പോരേ പറഞ്ഞു. അല്ലാതെ ഇപ്പൊ വേറെ ആരാ ഉള്ളത് ഇപ്പൊ? ഇക്കാക്ക് ഇപ്പൊ ഇമ്മ ആയിട്ട് നമ്മളെ അമ്മന്നല്ലേ ഉള്ളു. ആ ഓളൊന്നുമില്ല. ഓളോട് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇല്ല ഇക്ക വരുന്നോന്നും. ഇക്ക വന്നിട്ട് ഇനി പെങ്ങളോടക്ക് പോകണ്ടെന്നുണ്ടെങ്കില് ഒരു 4 മുട്ടായി എന്തെങ്കിലും കൊടുത്തയച്ചാൽ മതിയല്ലോ. ഇക്കയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കൊറേ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എല്ലാ സാധനങ്ങളും കൊണ്ടാൻ ഞാൻ പറഞ്ഞില്ലേ. രാത്രി ഒരു 8 മണിക്കാണ് വണ്ടി വരികന്ന് പറഞ്ഞത്. ആ ആടി ഇമ്മ വിളിക്കണ്ട്. എന്നാലേ ഞാൻ പിന്നെ വിളിക്കന്നാലിട്ടാ. ശരി എന്നാ. ഓനോടും കൂടി വരാൻ പറഞ്ഞാ മതി. എന്തിപ്പോ ഓൽക്ക് ഇപ്പൊ എന്താ തോന്നുന്നു. സാരില്ല, എന്തായാലും ഇപ്പൊ ഓൽക്ക് കൊറേ സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇക്ക വന്നാല് നാളെ തന്നെ അത് കൊണ്ടുകൊടുക്കാം. ഈ പെണ്ണിത് എവിടെ? മുട്ടിയേ, ഇത് വരുന്നിമ്മ. ആ ഇതൊക്കെ ഇപ്പൊ കൂട്ടാൻ ഉണ്ടാക്കിയേക്കണ്. എന്തിമ്മ വിളിച്ച്? ആരെന്നടി വിളിച്ചിരുന്നത്? അത് കുഞ്ഞോളെന്നെ. നിങ്ങള് പറഞ്ഞില്ലേ ഇക്ക വരുന്നത്? ഞാൻ വിളിച്ചു പറഞ്ഞതേന്ന് ഓളോട് ഇന്ന് ഓൻ വരുന്നതേ. ഓളറിഞ്ഞോട്ടെ ഇനി വരുന്നേച്ചിട്ട്. ഓള് ചോദിക്ക എപ്പളാ വരുന്നേ, ആരൊക്കെ പോണെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാനും ഇമ്മയും കുട്ടികളും മാത്രം പോണുള്ളൂന്ന്. ഓള് വരുന്നുണ്ടാ? ഇല്ല, ഓള് വരുന്നില്ല. നാളെ ഓൾക്കാണ് പോവാച്ചിട്ടാണ് ഇക്ക വന്നിട്ടേ. ഓക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആയിട്ട് നാളാണ് പോവാ. അല്ലടി, എന്റെ നാത്തൂനായിട്ട് വരുന്നുണ്ടെങ്കി ഓൾക്ക് എന്താ സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാവുമല്ലോ ഇപ്പൊ എന്റെ മാപ്പിള. ഓൾക്ക് എന്ത് സാധനം? ഓൾക്കൊന്നും ഞാൻ കൊണ്ടുവരാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആങ്ങളെ കൊടുന്നോട്ടെ. ഞാൻ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല. ഇനി 4 മുട്ടായി എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് കൊണ്ടുകൊടുക്കാം. ഇവിടെ വന്നിട്ടുള്ള പെട്ടിയൊട്ടിച്ചലിനൊന്നും മോളെ കൂട്ടാൻ പറ്റൂല. ഉള്ള സാധനങ്ങളൊക്കെ ഓൾ എടുത്തോണ്ടുപോകും. എന്തായാലും നന്നായുള്ളൂ പറയാതിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പണക്കും കുട്ടികൾക്കും കിട്ടണമൊക്കെ പോക്കും വേണ്ടി വരും. അല്ല, എപ്പോഴാ എന്നിട്ട് വണ്ടിയൊക്കെ വരിക? രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോത്തിന് വണ്ടി വരുന്നാ പറഞ്ഞത്. നിങ്ങള് ചോറൊക്കെ തിന്നുങ്ങാണ്ട് നിങ്ങളും കുട്ടികളൊക്കെ ചോറ് തിന്നോളുണ്ട്. ഇക്കാണെന്നുണ്ടേ വണ്ടിയിൽ ഇരുന്ന് ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ചോറ് വേണ്ട. നിങ്ങളും കുട്ടികളും ചോറ് തിന്നോളുണ്ട്. എന്നിട്ട് മാറ്റി നിക്കാം. ചോറ് തിന്നുകാണ്ടാണ് മാറ്റാം. എന്നാ പിന്നെ ഇവിടുന്ന് ചോറ് തിന്നിട്ടാണ് പോവാലോ. അതാ നല്ലത്. ഇപ്പൊ അവിടെ എത്തുമ്പോത്തിന് ഒരു പീടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല്ല. എന്നാ ഞാൻ ആ പണികളും കൂടി ഒന്നാണ് കേക്കട്ടെ. വല്ലാത്തൊരു കുട്ടി നല്ലപോലെ ഒന്ന് വന്നാ മതിയായിരുന്നു. അതിനിപ്പോ ഉമ്മാച്ചിട്ടിപ്പോ ഞാനല്ലാതെ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ. പെങ്ങളാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് മാത്രം നടക്കണത്.
എന്നാ ഇനി വന്നാല് നാളാണ്ട് പോണം. പോയിട്ട് കുഞ്ഞോൾക്കുള്ള സാധനങ്ങളും നോക്കിയിട്ടാണ് പോവാ. കുഞ്ഞോൾക്ക് ഫോൺ ഉണ്ടെന്നല്ല ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് കൊണ്ടുപോവാ. ഇനിയിപ്പൊ അതിനായിട്ട് പൈറ്റങ്ങൾ ഇങ്ങോട്ട് വരണ്ടല്ലോ. വാതിലൊക്കെ തുറന്നിട്ടിരുന്നല്ലോ. ഉമ്മ എപ്പഴാ വന്ന്? ഇജോ? ഞാൻ 2 ദിവസമായി വന്നിട്ട്. എന്താ പാട്? അങ്ങനെയൊക്കെയാണ് പോണ്. അല്ല, എന്താ ഇജ്ജ് വിവരൊന്നും പറയാതെ വന്ന്? പെട്ടെന്നൊരു വരവേ. ഒന്നല്ല, വെറുതെ ഇങ്ങോട്ട് പോരണം തോന്നിയപ്പോ പോന്നതാ. ആ റുബീന, ഇജ്ജ് എന്തപ്പോ ഒന്ന് വിളിച്ചാരോ ചെയ്യാതെ? ഒന്നുമില്ല താത്ത, കാക്ക വിളിച്ചിരുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടേ. കാക്ക ഇന്ന് വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിന്ന്. എന്നോട് വരാൻ പറഞ്ഞിന്നാ? നിന്നോട് അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലടി. അതാണ് പിന്നെ. ഉമ്മ എന്നാ വന്ന്? ഇമ്മ വന്നിട്ട് 2-3 ദിവസമായി. ഇവിടെ ആളില്ലല്ലോ, എനിക്ക് പനിയൊക്കെ ഇനി. അപ്പൊ ഇന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട് വരാൻ പറഞ്ഞതാ. അപ്പൊ ഇന്ന് എന്തായാലും ഇക്കാനെ കൊണ്ടാൻ പോകണ്ടല്ലോ. അപ്പൊ ഇമ്മാനെ കൂട്ടിയിട്ട് ചെല്ലാനാ പറഞ്ഞത്. അന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയും ചെയ്തിട്ടില്ല. ചിരിക്കടി. നീ എന്താ നമ്മള് കാട്ടുക? ആകെ ചെറിയ കാറാണ് ഇക്ക ഏൽപ്പിച്ചിരുന്നത്. ഇപ്പൊ ഉണ്ടാവുന്നത് ഇക്ക എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ എങ്ങനെ എല്ലാരും കൂടി പോവുക? എന്ത് ചേച്ചിന്ന്? ഇനിയിപ്പൊ എങ്ങനെ എല്ലാരും കൂടി പോവുക? ഞാൻ വരുന്നില്ല. ഓളുണ്ടെങ്കി ഇപ്പൊ ഞാൻ എന്തിനാ വരുന്നത്? അതൊന്നും പറഞ്ഞാ പറ്റൂല. നിങ്ങൾ ഇതുവരെ എയർപോർട്ടിലേക്ക് ഒന്നും പോയിട്ടില്ലല്ലോ. പിന്നെ ഇക്ക പ്രത്യേകം പറഞ്ഞതാണ് നിങ്ങളേറ്റ് വരാന്. ഇനിയിപ്പൊ എന്താ കാട്ടുക? എങ്ങനെയെങ്കിലും ഒഴിവാക്കണ്ടേ വരും. ഓളോട് എന്തേലൊക്കെ പറയാം. ഇത് ഇവിടെ നിന്നോന്നോ എന്തേലൊക്കെ പറയാം. അല്ലാതെ ശരിയാവൂല. ഇതിപ്പോ ഇങ്ങനൊക്കെ ആവും ആരെ വിചാരിച്ചു? ഇക്ക പിന്നെ നോക്ക് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കേട്ടില്ല പോള് പറയണത്? ഇന്നോടുണ്ടാ മനുഷ്യന് വാക്ക് പറയാ? അല്ലെങ്കിൽ ഇപ്പൊ ഞാനാരാ? എന്തേലൊക്കെ ചെയ്തൂടിയല്ല. അപ്പൊ എന്താ കാട്ടപ്പോ? ഒന്നും പറയാതെ വേണ്ട കേറി വന്നിക്കണ്. എന്റെ മാപ്പിളയെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ചെത്തും ചെയ്തിക്കണല്ലോ. എന്റെ മാപ്പിള വല്ലാത്തൊരു സാധനം തന്നെയാ. എന്നോട് ഒരു കാര്യം ചോദിക്കണില്ലല്ലോ. എന്തൊക്കെയാണ് ജഡ്ജന്റെ, എന്തൊക്കെയാ ഏതൊക്കെയാന്നൊന്നും ഒന്നും അവൻ പറയണില്ല. പേരിനൊരു പെണ്ണുങ്ങൾ മാത്രം. എന്റെ ഒരു കുട്ടിയുടെ ഒരു വിധിയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കണത്. എന്തായാലും ഇങ്ങോട്ട് വരട്ടേക്ക് രണ്ടാലൊന്നും അറിയണല്ലോ. എന്തുകൊണ്ടാണ് ഓളെ വിളിച്ചെത്തിയ കാര്യം നിന്നോട് പറയാത്തത്? ഇപ്പൊ ആ ചെറിയ കാറ് ഏൽപ്പിച്ച് ഇനിയിപ്പൊ എല്ലാരും കൂടി കുട്ടി നിറച്ച് അതിൽ പോകേണ്ടി വരും. അല്ലാത്തൊരു ഇടങ്ങറാണ്. ഞാൻ വിചാരിച്ചത് നമുക്ക് വല്ല ഭക്ഷണം എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ തിന്നാൻ. ഇന്നിപ്പോ ഒക്കെ വെച്ചുണ്ടാക്കിട്ട് പോയാൽ മതി. ഓളിപ്പോ അങ്ങനെ പുറത്തുനിന്ന് ഉള്ളതൊന്നും വേണ്ട. ഈ ഒരുമ്പട്ടോളം എന്തേ അങ്ങോട്ട് കയറി വന്നിക്കണത്? ഐറ്റങ്ങൾ തുള്ളി കാളണം കുടിക്കണത് അതില്ലാതാക്കാൻ വേണ്ടിട്ട്. അല്ലടി ഇവിടെ സാധാരണ എല്ലാരും അവനാന്റെ പെരേക്കൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഒരു മുട്ടായിയെങ്കിലൊക്കെ ഉണ്ടാവും. ഇത് അതൊന്നും ഇല്ലാതെ കജ്ജും വീശിട്ട് ഇങ്ങോട്ട് പോന്നിക്ക. ഓനിന്ന് വരില്ലേ, അപ്പൊ കൊണ്ടുവല്ലോ അത് വിചാരിച്ചിട്ട്. ഐറ്റങ്ങള് ആപ്പ കൊണ്ടുണ്ട് വിചാരിച്ചിട്ട് ഇപ്പൊ വരുന്ന ആൾക്കാർ ഇപ്പൊ കജ്ജും വീശി വരാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ തന്നെ വന്നപ്പോ 2 കിലോ ഓറഞ്ചും ആപ്പിളും ഒക്കെ ആയിട്ടാ വന്നത്. ഇക്കിപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല.
എന്റെ കുട്ടികൾ അത് കിട്ടായിട്ട് ഇതാക്കുന്നില്ല. എന്നാലും ഉണ്ടല്ലോ അവനാന്റെ പെരേക്കൊക്കെ വരുമ്പോ ആങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊല്ലുക. വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ്. അല്ലടി അനക്ക് ഓനെന്നും വിളിക്കലൊക്കെ ഉണ്ടോ? ആ കാക്ക ഒന്നരാടൊക്കെ വിളിക്കലുണ്ട്. ആ പുന്നാര പെങ്ങളല്ലേ, അപ്പൊ പിന്നെ വിളിച്ചാതിരിക്കാൻ പറ്റൂലല്ലോ. ഇജിപ്പോ എന്തിനാ ഓനീ വരുന്നേക്ക് ഇജ്ജ് വന്നിക്കണത്? ഞാൻ തന്നെ എന്റെ ആങ്ങളുടെ ഒരു നിർബന്ധത്തിന് വന്നതല്ലേ, ഞാൻ വരൂല. ഓൻ വിളിച്ചിട്ടാണെങ്കിൽ ഒരു സ്വൈര്യം തരുന്നില്ല. ഇമ്മ പോരി പറഞ്ഞിട്ട്. അത്ര പോലും എന്നോട് കൊണ്ടാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ഓളോട് പറയല്ലോ ജോണും കൂട്ടിയിട്ട് വായോന്ന്. ഇതെന്തിനീ വിളിച്ചാത്തോടത്തേക്ക് ഇങ്ങനെ വഴിഞ്ഞേറി വരുന്നത്? ആ അത്യാവശ്യം ഉസറും കൂടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരൂല. ഓ തമ്പുരാട്ടിക്ക് പറ്റിയിട്ടില്ലേ ഞാൻ പറഞ്ഞത്. വലിഞ്ഞിങ്ങനെ കേറി വന്നു. ആങ്ങളെ വിളിച്ചെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരില്ല. എന്റെ കുട്ടി ഒരു ഭാഗത്ത് നിക്കണ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. കാക ഉള്ളത് ഒരു കാക്കയാണ്. അവൻ കൂടി നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു പേടി. എന്നാലും ഞാനതൊന്നും ആലോചിക്കേണ്ടത് ചെയ്യുന്നല്ലോ. ഓൻ വിളിച്ചപ്പോ തന്നെ മണ്ടി ഇങ്ങോട്ട് പോന്നു. ഓനെ കാണാനുള്ള പൂതിയോട് പോന്നതല്ലാതെ ഓന്റെ മുതൽ ആഗ്രഹിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. എന്താ ഇപ്പൊ പുറത്തൊക്കെ നോക്കി നിക്കണ്? അവർക്ക് ചായ അല്ലേ? ആനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വണ്ടിയാണ് വിളിക്കും ചെയ്തിക്കണത്. ഇത് വരുന്നത് ഇക്ക പറഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ വണ്ടി വിളിക്കുക. എന്തിപ്പോ എന്താ കാട്ടിനിപ്പോ എല്ലാരും കൂടി പോവാന്. ഇമ്മാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇക്ക ചെല്ലാനും പറയുന്നുണ്ട്. എന്താ ഇപ്പൊ കാട്ടുവെച്ചിട്ടാ? എന്നോട് കാക്ക അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് വരാനാ പറഞ്ഞത്. എന്നോട് ഇപ്പൊ എങ്ങനെ പറയാ? എന്നോടാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. എന്നാലല്ലേ ഇപ്പൊക്ക് വലിയ വണ്ടിയൊക്കെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊരു കാര്യം ചെയ്യ്, ഇജ്ജ് ഇവിടെ നിന്നോ. ഇക്കാനിപ്പോ വന്നാലും കാണാലോ. ഞാനും ഇനി കുട്ടികളും കൂടിയാണ് പോട്ടെ. അല്ല താത്ത, ഞാനെങ്ങനെ ഇവിടെ ഒറ്റക്ക് നിക്ക നിങ്ങൾ ഇല്ലാതെ? ഒറ്റക്കാണെങ്കിൽ ഇപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാരും ഒന്നും ഉണ്ടാവുമൊന്നുമില്ല. ഒറ്റക്ക് നിന്നിട്ടും പഠിക്കണ്ടേ. ഞങ്ങള് വേഗം പോയിട്ട് വരുമല്ലോ. ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ പോവാണ്, നിങ്ങൾ പോയിക്കോളി. എന്തായാലും ഇപ്പൊ നിങ്ങൾ പോവാൻ നിന്നതല്ലേ. ഇനിയിപ്പൊ ഞാനായിട്ടൊരു തടസ്സത്തിനൊന്നും നിക്കണില്ല. നിങ്ങൾ പോയിക്കോളി എല്ലാരും കൂടി. ഞാൻ പോവാ. എന്നാ ഇനി ഇജ്ജ് പോയിട്ട് വേണം എന്റെ ആങ്ങളെ ഇന്നിട്ട് ചീത്ത അറിയാൻ. ആങ്ങളെ വിളിച്ചെത്തിങ്ങാണ്ട് ഇക്കൊന്നും അറിയില്ല. വണ്ടിയാണെങ്കിൽ ഞാൻ ചെറുതാണ് ഏൽപ്പിക്കും ചെയ്തിക്കണ്. നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവൻ പൂതി വെച്ചിങ്ങാണ്ട് നടക്ക പോരാന്. ഇപ്പൊ എന്താ കാട്ടാന്ന് ആലോചിച്ചിട്ട് ഇക്കൊരു പൊറുത്തുമില്ല. കാക്കൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങള് പറഞ്ഞ് മനസ്സിലായി കൊടുത്താ മതിയല്ലോ. പിന്നെ താത്ത, ഞാൻ എന്റെ ആങ്ങളുടെ ഒരു മുതൽ ആഗ്രഹിച്ച് വന്നതല്ല. ഓൻ വിളിച്ചപ്പോ ഓനൊന്ന് കാണാലോന്ന് വെച്ചിട്ട് മണ്ടി പോന്നതാണ് ഞാന്. പക്ഷെ അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞാ മതിയായിരുന്നു. ഉമ്മാനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടുണ്ടായിരുന്നില്ല. എന്നോട് ഞാൻ വരണ്ട പോണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ എന്റെ കാര്യങ്ങളും അന്യം കൂടി നോക്കണം എന്നുണ്ടെങ്കിൽ അത് വലിയ കഷ്ടം തന്നെയാണ്. പിന്നെ എന്റെ അമ്മ എന്ന് പറഞ്ഞത് അതാണെന്നുണ്ടെങ്കിൽ പ്രായമേറി വരികയാണ്. വയസ്സായി വരുമ്പോ ഞാനല്ലാതെ വേറെ ആരും ഇപ്പൊ എന്റെ അമ്മക്ക് ഇല്ലേനു. എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് പോവാണേ പോയിക്കോ. എന്റെ ആങ്ങളെ വന്നിട്ട് അങ്ങോട്ട് വന്നോളൂ. ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ അമ്മ ഇപ്പം പോയാല് എന്നെ അതേപോലെ സ്നേഹിക്കാൻ 2 ആൾക്കാരുണ്ടല്ലോ നീന്ന്. ഇപ്പളാ മനസ്സിലായത്. വാപ്പി ഇനിയും പോയി കഴിഞ്ഞാ ഒന്നും ഉണ്ടാവൂല. എന്തായാലും ഞാൻ പോവാട്ടാ. ഉമ്മാനോട് പറഞ്ഞാളി. ഓനോടൊന്നേ വിളിക്കാൻ പറയുള്ളൂ വന്നിട്ട്. കാണാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും സാരല്ല. ഞാൻ പോട്ടെട്ടാ. സമാധാനായി.
ഞാനായിട്ട് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞേക്കാന്ന് ആലോചിച്ച് നടക്കി ഓളായിട്ട് തന്നെ പോയല്ലോ. എന്റെ മാപ്പിള കൊണ്ടുവരുന്നത് കണക്ക് തിന്നാനല്ലേ. വാപ്പി ഇന്ന് ഉണ്ടായിരുന്നേ ഞങ്ങളെ കുഞ്ഞിനൊക്കെ വാരി വെച്ചിട്ട് കൊണ്ടുപോയിന്നല്ലോ. ഇനിയിപ്പൊ എന്തായാലും അത് നടക്കൂല. എനിക്കും എന്റെ കുട്ടികൾക്കും കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. പോയി പണിയാവട്ടെ. ഓർക്കും കൂടി അവകാശപ്പെട്ട മുതലല്ലേ. ഇതെങ്ങനെങ്കിലും എന്റെ കുട്ടിയുടെ പേരിക്ക് ഇങ്ങോട്ട് എഴുതി വാങ്ങിയാലൊക്കെ ഇപ്പൊ സമാധാനാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളും പെങ്ങളും കൂടി ഇരുന്ന് മുഴുവോ അത്. പിന്നെ എന്റെ കുട്ടി പുറത്തേക്കാരൻ. കുഞ്ഞോക്കൊന്ന് വിളിച്ചോക്കട്ടെ. വിളിച്ച് പറയണല്ലോ ഇപ്പൊ ഇത്. ഹലോ പൊന്നാരന്റെ മളെ, ആ ഇവള് വന്നിക്കണ് ഓന്റെ പെങ്ങള് ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നിട്ട് വർത്താനം പറയണ്ട്. എന്തൊക്കെയാണ് അവ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. എന്റെ കുട്ടിന് ഓളൊരു സ്വൈര്യം കൊടുക്കണില്ല. എന്തിനാ ഓള് ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നിക്കണത്? ഓൻ എന്തെങ്കിലും കൊടുത്തിക്കണ് വെച്ചിട്ട് അത് കൊണ്ടുപോകാൻ വരികക്കാരെ. ഈ പണക്കും ഫോണൊക്കെ കൊണ്ടുണ്ട് പറഞ്ഞല്ലേ. ഞാൻ അതൊക്കെ കണ്ടിട്ട് ആകെ പ്രശ്നമാവുകയാണാവും. ഇനി അത് കണ്ടിട്ട് ഇവളെങ്ങാനും എടുത്തുങ്ങാണ്ട് പോവാണാവേ. നമ്മക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റൂല. ഞമ്മളാണെങ്കിൽ പുറമക്കാരാണ്. പിന്നെ ഇമ്മൂട്ടിക്കാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇമ്മൂട്ടിയാണെങ്കിൽ ഇപ്പൊ എന്തേലും ഉണ്ടോ? ഓൻ വരികയാണ്. ഓൻ വന്നിട്ട് ഇനി അതിനൊരു പ്രശ്നം വേണ്ടാച്ചിട്ട് ഓള് മുണ്ടാതിരിക്കൂലേ. അനക്കത് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട. എന്ത് കാട്ടണോ? ഒന്നും കാട്ടാനില്ല. ഓൾ ഇവിടുന്ന് ഒന്ന് പോയി കിട്ടുകയാണെങ്കിൽ സമാധാനായിരുന്നു. എന്നൊക്കെ എന്റെ കുട്ടിയുടെ പിന്നാലെ ഒന്ന് എയർപോർട്ടിലൊക്കെ ഒന്ന് പോവുകയൊക്കെ ചെജ്ജായിരുന്നു. ഇതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ വരും തോന്നുന്നുണ്ട്. ചെറിയൊരു വണ്ടിയാണ് വിളിക്കും ചെയ്തിരിക്കുന്നത്. ഇന്നോട് ഓൻ എന്തായാലും വരാൻ പറഞ്ഞിരിക്കണത്. പിന്നെ എന്റെ കുട്ടി എന്നെ നിർബന്ധിച്ചത്. ഇവള് ആര് വിളിച്ചിട്ടാ ഓള് പോണത്? ഓനൊരാള് ജി വരുണ്ട് കിട്ടോ എന്ന് എന്റെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഓള് പെട്ടി കിടക്കൊക്കെ എടുത്തുകൊണ്ട് നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വന്നിക്കണത്. എല്ലാത്തൊരു പെണ്ണെന്നെയാണ്. ഓള് വരുന്നുണ്ട്. എന്നുവെച്ച് വെച്ചാളെ ഞാൻ വിളിക്കാം. എന്തായടി ഓള് പോയോ? എന്താ അവള്? ഓള് പോയി. അല്ല പിന്നെ ഓള് പോവല്ലാതെ പിന്നെ എന്താ കാട്ടല്? തന്റെയും തള്ളിയും മരിച്ചപ്പോ ഞാൻ വിചാരിച്ചിരുന്നൊക്കെ കുറച്ച് സ്വസ്ഥതയെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. ഇത് അതും ഇല്ല. ആങ്ങളെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടേ കെട്ടും പാണ്ടെടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കാം. വന്നോ കൊടുന്നതൊക്കെ അത് കൊണ്ടുപോവാന്. നിന്റെ അടുത്തല്ലപ്പോ അത് നടക്കാം. നിന്റെ മാപ്പിള കൊടുത്തു നിൽക്കണതേ ഇന്റെ പെരക്കാർക്ക് കൊടുക്കാൻ, അല്ലാതെ ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനാകെ സാധനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങക്കും കുഞ്ഞോൾക്കും ഒക്കെ സാധനങ്ങൾ കൊല്ലാനാണ്. അല്ലാതെ ഓർക്ക് കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും നന്നായി ഒളിച്ച് തിരിച്ചു വിളിച്ചൊന്നും വേണ്ട. പോവാണെങ്കിൽ ഞാൻ പോട്ടെ. വലിഞ്ഞിങ്ങോട്ട് കേറി വന്നിക്കണു ഉസറും പുളിയില്ലാതെ. നമ്മക്ക് എന്തായാലും ഓനെ കൊല്ലാൻ. നീ വന്നാലും ഓനോട് ഓള് വന്നീന്നോ പോയിക്കണെന്നോ ഒന്നും പറയാൻ നിക്കണ്ട. നിങ്ങള് വേഗം മാറ്റാൻ നോക്കി നമുക്ക് പോവാൻ നോക്കാം. ഓള് കാണുന്നുണ്ടെങ്കിൽ നിന്നാ മതി. ഓളോട് ഞാൻ പറഞ്ഞു ഇവിടെ ഒറ്റക്ക് നിക്കാന്ന്. അപ്പൊ ഓൾക്ക് പറ്റിക്കൂടാ. ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിക്കാൻ പേടിയാണ്. ഇപ്പൊ എന്തായി? ഓള് പോയില്ലേ? അങ്ങനെ തന്നെ വേണം. ഇപ്പോഴാണ് സമാധാനായത്. എന്റെ കുട്ടിക്ക് കൊണ്ടുവരാൻ മുതലൊക്കെ അല്ലെങ്കിലേ ഓളെടുത്ത് കാണാണ്ട് പോവും. നാളും മാനില്ലാത്തോളൂ.